ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഗ്രേപ്പ് ജ്യൂസാണ്. അതും കൂടി ബോയിൽ ചെയ്തിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ബ്ലാക്ക് ഗ്രേപ്സ് എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അത്രയ്ക്കും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞങ്ങൾ സാധാരണ ഈ ബ്ലാക്ക് ഗ്രേപ്സ് മേടിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. നമ്മൾ നോർമലായിട്ട് ജ്യൂസൊക്കെ മിക്സിയിലിട്ട് അടിച്ചു കുടിക്കുമ്പോൾ ചുണ്ടൊക്കെ ചൊറിയണ പോലെ തോന്നും. അതെനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഗ്രേപ്സൊക്കെ ഈ ബ്ലാക്ക് ഗ്രേപ്സ് മേടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അത് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം അതിനെ മാറ്റി വെച്ചേക്കണം. അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞിട്ട് വേണ്ട ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് മൊത്തം നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസൊക്കെ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഏലക്കയും പട്ടയും ഗ്രാമ്പും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഗ്രേപ്പ് ജ്യൂസ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ പൊടിച്ച പഞ്ചസാര മിക്സ്ചറൊക്കെ അതിനകത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് തിളപ്പിക്കണം. അപ്പോൾ കുറച്ച് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിളപ്പിക്കണത്. അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം തണുക്കാൻ വെച്ചിട്ട് നമ്മൾ പിന്നെയും സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഈ ജ്യൂസ് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ച് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ചീത്താവൊന്നുമില്ല. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് കുടിക്കാം കേട്ടോ. ഇത് സാധാരണ ഗ്രേപ്പ് ജ്യൂസിനെക്കാളും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.